അയൽ സംസ്ഥാനക്കാർ ഈ ഭാഗ്യവാനാകാം, അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി സ്വദേശികളാകാം, അതല്ലെങ്കിൽ മറ്റു പ്രദേശത്തു നിന്നുള്ളവരാകാം. ഇതാരാണെന്നാണ് അറിയേണ്ടത്. അതിൻ്റെ ഒരു ആകാംക്ഷയാണ് ഉള്ളത്. കാരണം രണ്ടാം സമ്മാനം 1 കോടി രൂപ 20 പേർക്ക്, മൂന്നാം സമ്മാനം 4ാം സമ്മാനമൊക്കെ ഉണ്ട്, 5000 രൂപയിൽ താഴെ സമ്മാനം വരെ ഉണ്ട്. പക്ഷേ അറിയേണ്ടത് ആ ഭാഗ്യശാലി ആരാണെന്നാണ്. ആ ഏജൻറ്റുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം എന്താണ് പറയുന്നത്? ആ പ്രദേശത്തുള്ളവർ മാത്രമാണ് സാധാരണ അവിടെ ടിക്കറ്റ് എടുക്കാറുള്ളതോ അവിടെ നിന്ന് വന്നു പോകുന്നവർ ഒക്കെയുണ്ട്? സാരംഗ് സുധാകരൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സാരംഗ്, നറുക്കെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായോ? കാരണം ഇവിടെ രണ്ടാം സമ്മാനം മുതൽ ആർക്കാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പാണ്. കാരണം 1 കോടി രൂപ 20 പേർക്ക് ലഭിക്കും രണ്ടാം സമ്മാനം. ടോമ്, നടപടിക്രമങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കാരണം കുറേയധികം നമ്പറുകൾ, അതായത് കുറേയധികം ഭാഗ്യശാലികളുണ്ട്. അത് ചെറിയ തുകയാണെങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 5000, 2000, 1000, 500, 400 വരെയുള്ള നമ്പറുകൾക്ക്, അതായത് അത്രയും തുക അടക്കം സമ്മാനമായി ലഭിക്കുന്ന ഒരു ഭാഗ്യതുകയാണ്. വലിയൊരു തുക 20 കോടി നൽകുന്നുണ്ടെങ്കിലും സമാശ്വാസവുമായും ചെറിയ തുകയായിട്ടും വലുതും ചെറുതുമായിട്ടുള്ള തുകകൾ ഈ ലോട്ടറി എടുത്തവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇത് സമയതാമസം വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പല ടിക്കറ്റുകളും അച്ചടിക്കാത്ത നമ്പറുകൾ പലതവണയായി ഈ മെഷീനിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും മാറ്റിയെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ടോം സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും കൂടുതൽ പാലക്കാടാണ് വിൽപ്പന നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഭാഗ്യസ്നേഹികളുള്ളത് അല്ലെങ്കിൽ ലോട്ടറി കൂടുതലായി എടുക്കുന്നവരുള്ളത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ അത്ര ഒരു പ്രത്യേകതയുണ്ട്. കാരണം കൂടുതലായിട്ടുള്ള വലിയ തുകകളും ചെറിയ തുകകളും ആയിക്കോട്ടെ പാലക്കാട് ജില്ലയിലുള്ള ജനങ്ങൾക്ക് കൂടുതലായിട്ട് അടിക്കുന്ന ആ ഭാഗത്ത് ഇവിടെ തിരുവനന്തപുരത്ത് നിന്നടക്കം പാലക്കാട് ജില്ലയിലടക്കം പോയി മറ്റ് ജില്ലകളിൽ നിന്നും ടിക്കറ്റ് വാങ്ങി വരുന്നവരും കൂടുതലാണ്. കാരണം ഭാഗ്യം സ്ഥിരമായി വരുന്ന ചില ജില്ലകളുണ്ട്, ചില മേഖലകളുണ്ട്. മണ്ണാർക്കാട് ഭാഗം അടക്കമുള്ള ഭാഗങ്ങളിൽ സ്ഥിരമായി ടിക്കറ്റ് ഒന്നാം സമ്മാനം അല്ലെങ്കിൽ പോലും വലിയ തുകകൾ അടിക്കുന്ന ആ ഒരു സ്ഥലങ്ങളടക്കം സ്ഥിരമായി ഭാഗ്യാന്വേഷികൾ എത്തുന്ന സ്ഥലങ്ങളുണ്ട്. അത്തരം ഭാഗങ്ങളിൽ അങ്ങനെ കണക്ക് നോക്കുകയാണെങ്കിൽ പാലക്കാട് തന്നെയാണ് ഇത്തവണ കൂടുതലായി ടിക്കറ്റ് വിൽപ്പന നടന്നിരിക്കുന്നത്. പക്ഷേ ഭാഗ്യം ഒരുപക്ഷെ കോട്ടയത്തേക്ക് പോയി എന്ന് മാത്രമാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് തൃശ്ശൂരുമാണ്. ഇപ്പോൾ അത്രയും ടിക്കറ്റുകൾ, അതായത് 54 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയി. 55 ലക്ഷം ടിക്കറ്റുകളിൽ വളരെ ചുരുങ്ങിയ ടിക്കറ്റുകൾ മാത്രമാണ് വിൽക്കാതെ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു നേട്ടം ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ തന്നെ ഒരു ഭാഗ്യക്കുറി വകുപ്പിനടക്കം ലഭിച്ചിട്ടുണ്ട്. അതിൽ വലിയൊരു തുകയാണ് ഇപ്പോൾ ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഈ ഒരു മാറ്റം വന്നതിന് ശേഷം തന്നെ ഒന്നാം സമ്മാനത്തിന്റെ തുകയിൽ വലിയ വർധന വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓണം ബമ്പറാണെങ്കിൽ പോലും മറ്റേ വിഷു ബമ്പറാണെങ്കിൽ പോലും ബമ്പറുകൾക്കെല്ലാം വലിയ തുകയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നികുതി കഴിഞ്ഞ് കയ്യിലേക്ക് വരുന്ന തുകയും അത്രയും കണ്ട് വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റ് ടിക്കറ്റ്, അതായത് മൂന്നാം സമ്മാനമായിക്കോട്ടെ, അത് എക്സ് സീരീസ്, അതായത് എക്സ് എയിൽ തുടങ്ങി എൽ വരെയുള്ള സീരീസുകളിലാണ് ഇപ്പോൾ ഓരോ നമ്പറുകളും, അതായത് ഓരോ സീരീസിലെയും പല നമ്പറുകൾക്ക് നൽകുന്നത്. അതിനൊപ്പം തന്നെ കൂട്ടിവായിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഒന്നാം സമ്മാനത്തിൽ, അതായത് ഈ സീരീസ് മാറിപ്പോകുന്ന പലരുമുണ്ട്. അതായത് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചത് XC 13845 ആണെങ്കിൽ ചിലപ്പോൾ XLO XXO ഒക്കെ ആയി ഇതേ നമ്പർ വരുന്നവർക്കും സമാശ്വാസ സമ്മാനമുണ്ട്. അത് ആ നമ്പർ വരുന്നവർക്ക് കൃത്യമായി സമ്മാനം ലഭിക്കും. 1 ലക്ഷം രൂപയോളം കിട്ടുന്നുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നടപടിക്രമങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മളിപ്പോൾ ഭാഗ്യവാനെ തേടിയിരിക്കുന്നത്. ഭാഗ്യവാൻ ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. ആരാണെന്ന്, അത് കോട്ടയം സ്വദേശി തന്നെ ആവണമെന്നില്ല. ഇത്തരത്തിൽ മറ്റ് ജില്ലകളിൽ നിന്നടക്കം ഏജന്റുമാർ ചെന്ന് അവിടെ നിന്നുള്ള ടിക്കറ്റുകൾ എത്തിച്ച് മറ്റ് ജില്ലകളിൽ വെക്കുകയും മാത്രമല്ല, ഇപ്പോൾ ശബരിമല സീസൺ അവസാനിച്ച സമയമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇപ്പോൾ മറ്റ് അന്യ സംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പന്മാർ മറ്റോ വാങ്ങി പോയിട്ടുണ്ടോ എന്ന കാര്യവും അറിയില്ല. കാരണം അതുവഴി അത്തരത്തിലുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗ്യവാൻ ഇപ്പോഴും അറിയാമറിയാത്ത തന്നെയാണ്. ഒപ്പം ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാം സമ്മാനം XC 13845 ടിക്കറ്റിനാണ്. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വിറ്റ ലോട്ടറിക്കാണ് ഭാഗ്യമടിച്ചിരിക്കുന്നത്. ഇത്തവണ വലിയ രീതിയിലൊരു റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത്. കാരണം സാധാരണ ഓരോ വർഷവും ഈ ബമ്പർ സമ്മാനം ടിക്കറ്റ് വിൽപ്പന റെക്കോർഡ് പിന്നിടാറുണ്ട്. ഇത് 2026 ആദ്യത്തെ ഭാഗ്യശാലി ആരാണ് എന്നാണ് അറിയേണ്ടത്. ഇത്തവണ ഏകദേശം 54 ലക്ഷത്തോളം 54,08,880 ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു. അത് തിരുവനന്തപുരം, പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റത്.
തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളായിരുന്നു 2ഉം 3ഉം സ്ഥാനങ്ങളിൽ, വിൽപ്പനയിൽ 2ഉം 3ഉം സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യം അടിച്ചത് കോട്ടയം ജില്ലയ്ക്കാണ്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത് ഈ ആ ഏജന്റിനെ കാണാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏജന്റ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? ഇപ്പോഴും നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്തെ ഗോർഖി ഭവനിലെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് വേദിയിലാണ് ബമ്പർ നറുക്കെടുപ്പ് നടന്നത്. ഈ ലോട്ടറിയുടെ സമ്മാനം, അതായത് 5000 രൂപയിൽ താഴെയാണെങ്കിൽ കേരളത്തിലുള്ള ഏത് ലോട്ടറി കടയിൽ നിന്നും തുക കരസ്ഥമാക്കാൻ കഴിയും. 5000 രൂപയിൽ കൂടുതലാണ് സമ്മാനമെങ്കിൽ ടിക്കറ്റും അതോടൊപ്പം തിരിച്ചറിയ രേഖകളും ഉൾപ്പെടെ സർക്കാർ ലോട്ടറി ഓഫീസിലോ ബാങ്കിലോ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ശ്രീജിത്ത്, ഈ ഏജന്റിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞോ? എന്താണ് ഏജന്റ് നൽകുന്ന വിവരം? ആ പ്രദേശത്തുള്ളവരായിരിക്കുമോ ഭാഗ്യശാലി, അതോ മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് വന്നവരായിരിക്കുമോ? ടോമി, ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു തരത്തിലും പ്രവചിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത്. ഇപ്പൊ കേരളത്തിലെ ലോട്ടറികളുടെ കഴിഞ്ഞ കുറെ കാലത്തെ നറുക്കെടുപ്പ് ചരിത്രം തന്നെ കാണുന്നവർക്ക് മനസ്സിലാകുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പോലും വന്ന് ലോട്ടറി എടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആര്, എന്ത്, എവിടെ എന്നുള്ളത് ഇനി ഏതെങ്കിലും ഒരു നിമിഷം ആരെങ്കിലും മുന്നിൽ വന്നാൽ മാത്രം വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്, അതിനുവേണ്ടിയുള്ള നിമിഷങ്ങളാണ്. ചിലപ്പോൾ അടുത്ത മണിക്കൂറിലോ അടുത്ത മിനിറ്റിലോ അത് ഉണ്ടായേക്കാം. പക്ഷെ അതല്ലെങ്കിൽ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ പല സാഹചര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞതിന്റെ തൊട്ടു മുമ്പുള്ള ലോട്ടറി അന്യ സംസ്ഥാനത്തുള്ള ഒരാൾക്കാണ് അടിച്ചത്. അങ്ങനെ പാലക്കാട് എന്നുള്ളതും സമാനമായ രീതിയിലായിരുന്നു. അങ്ങനെ അതൊക്കെ പല ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അറിഞ്ഞത്. ഇടയ്ക്കൊരു ലോട്ടറി ബമ്പർ വന്നത് ആരെയും അറിയിക്കാതെ അത് ലോട്ടറി സബ്മിറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിലാണ് ഇത് അടിച്ചിരിക്കുന്ന ആളിന്റെ ഒരു സ്വഭാവവും രീതികളും ഒക്കെ അനുസരിച്ചാണ് ഈ ലോട്ടറി പിന്നീട് അടിച്ചു എന്ന് കേട്ടാൽ അതൊരു വലിയ തലവേദനയായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആളുകൾ പിന്നാലെ വിടാതെ പിന്തുടരുന്നൊക്കെ കണ്ടതാണ്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ മുന്നിലുള്ള ഒരു പ്രശ്നം. അതുകൊണ്ട് ഇനിയുള്ള വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നത് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. ലോട്ടറി ഏജന്റുമായി സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് കാഞ്ഞിരപ്പള്ളി നഗരത്തിൽ തന്നെയുള്ള ന്യൂ ലക്കി സെന്ററിന്റെ ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ചില്ലറ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.